ഒരു കാലഘട്ടത്തിൽ CPM-ഉം കോൺഗ്രസിന്റെ ഒരു ഫാക്ഷനായ ആന്റണി ഗ്രൂപ്പ് അവരും കൂടി അലൈൻ ചെയ്തൊരു മുന്നണി ഉണ്ടായിരുന്നു LDF-ൽ തന്നെ. അങ്ങനെ ഒരു ഇലക്ഷൻ 82-ലുണ്ടായിരുന്നു. കേരളത്തിന് ഒരു സർപ്രൈസ് കിട്ടുമോ എന്ന് പറഞ്ഞാൽ UDF-ഉം അല്ല LDF-ഉം അല്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല, അതിനൊരു തേർഡ് പാർട്ടി മുമ്പിലേക്ക് വന്നു. പക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആരാണ്? CPM ആണ്. ഈ കോൺട്രഡിക്ഷൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം BJP-ക്ക് ക്രിട്ടിക്കൽ മാസ് ബേസ് ഇല്ല. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാർട്ടി ഐഡിയോളിസം വെച്ചിട്ട് കുറെ കാലമായിട്ട് പാർട്ടി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണോ ലീഡർഷിപ്പിനെയാണോ ഇവരിപ്പോ നോക്കി കാണുന്നത്? കാരണം ലീഡർഷിപ്പ് ഒരു ഇന്നർ ലീഡർ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇലക്ഷൻ സമയത്ത് ഇപ്പൊ ലീഡേഴ്സ് കുറെ പേരുണ്ട്, അവർക്കൊന്നും തീരുമാനമായിട്ടില്ല. അല്ലാതെ ഇപ്പോഴും പാർട്ടി ഐഡിയോളിസം വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും പാർട്ടി എന്നും ഐഡിയോളജി എന്നും വിശ്വസിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. അതിന്റെ കാരണം കേരളത്തിൽ പരമ്പരാഗതമായി ഈ നറേറ്റീവിനൊരു പ്രോമിനൻസ് ഉണ്ട്. അതോടൊപ്പം കേരളത്തിൽ പണ്ട് മുതലേ തന്നെ ഒരു പൊതുമണ്ഡലമുണ്ട്, സിവിൽ സൊസൈറ്റി. ആ സിവിൽ സൊസൈറ്റി വായനശാലകൾ, പൊതുയോഗങ്ങൾ, കോമൺ മീറ്റിംഗ്സ്, പഞ്ചായത്ത്, അങ്ങനെ തുടങ്ങി യുവജനങ്ങൾ, ക്ലബ്ബുകൾ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആർട്സ് ആൻഡ് സയൻസ് ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബെൽറ്റ് കേരളത്തിൽ ചരിത്രമുണ്ട്. സോ ദർ ഇസ് എ സിവിൽ സൊസൈറ്റി. ആ സിവിൽ സൊസൈറ്റിക്ക് നറേഷൻ വളരെ ഇഷ്ടമാണ്. സിവിൽ സൊസൈറ്റിക്ക് പൊളിറ്റിക്സ് കാണും, പക്ഷെ പാർട്ടി പൊളിറ്റിക്സ് കാണില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് വാല്യൂ ഉണ്ട്. അതാണ് പണ്ട് മുതലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ റീഡർഷിപ്പ് കേരളത്തിലാണ്. ഇപ്പം TV വ്യൂവർഷിപ്പും കേരളത്തിലായിരിക്കും. വീടുകളുടെ ഹൗസ് ഹോൾഡ് വെച്ച് നോക്കിയാൽ കേരളമായിരിക്കും ടോപ്പ്, എനിക്ക് സംശയമൊന്നുമില്ല. അതിന് ആവറേജ് മലയാളി ഒരു ദിവസം എത്ര പത്രം വായിക്കുന്നുണ്ട്, എത്ര ചാനൽ കാണുന്നുണ്ട്, മറ്റു സംസ്ഥാനത്തും കാണത്തില്ല. സോ ദർ ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളാണെങ്കിൽ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തർദേശീയ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട്, ദേശീയ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രാദേശിക കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട്, വർഗീയ, വംശീയ, ജാതി കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ലിറ്ററേറ്റ് ആണ് അല്ലെങ്കിലും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പോഴത്തെ ജെൻസി പോയിട്ട് ബാക്കിയുള്ളവര് തന്നെ, ഞാൻ പറയാണ്, കാൻഡിഡേറ്റ്സിന് അവരെത്രത്തോളം ബോധ്യാണെന്നാണ് അവർ നോക്കുന്നത് ദാൻ പാർട്ടി എന്ന് പറഞ്ഞ സാറ് വിശ്വസിക്കുമോ? സീനിയേഴ്സിന്റെ കാര്യമാണോ? സീനിയേഴ്സും അത് കുറെ സീനിയേഴ്സിനെ ഞാൻ ഇപ്രാവശ്യം പരിചയപ്പെട്ടു. അവരും എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എവിടെയുണ്ട് കാൻഡിഡേറ്റ്, ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോ ജെൻസി ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളൂ, ഞങ്ങൾക്ക് ഇവരൊന്നും അറിയില്ല, ഇവരൊന്നും ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു, ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്ന ഒരു അപ്പത്തിയുണ്ട്, വോട്ടർ അപ്പത്തി. അപ്പോൾ അവർ നിരന്തരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീക്വൻസി ഓഫ് എലക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഫാറ്റിക്, പിന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം, ഇതൊക്കെ എത്ര കണ്ടതാണ്, ഇവർ തമ്മിൽ എന്താ വ്യത്യാസം, ഒരേ ആളിതിനെ പല സ്ഥലങ്ങളിൽ പോകുന്നു, അത് കാരണമാണ് അവർ ആ അഭിപ്രായം പറയുന്നത്. ഈ അഭിപ്രായം പറയുമ്പോഴും പോളിംഗ് ശതമാനം 76 താഴോട്ട് പോകുന്നില്ല. അത് റിമാർക്കബിളാണ്. ഇത്തവണ 80 കടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 80% പോളിംഗ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കേരളം ലിറ്ററേറ്റ് ആണെന്ന് മാത്രമല്ല, വൈകുന്നേരം ആകുമ്പോൾ ചാനൽ ചർച്ചകളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങി ഈ പ്രോഗ്രാംസ് എല്ലാം കാണുന്ന ജനങ്ങൾ, എൻജോയ് ചെയ്യുന്ന ജനങ്ങൾ ഉള്ളതുകൊണ്ട് ഈ അപ്പത്തി പറയുമ്പോഴും അത് വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ മാറി നിൽക്കില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇലക്ഷനോടൊപ്പം ഹോളിഡേയ്സ് ഒക്കെ വരികയോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെൻസിയുടെ കാര്യം താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ പിന്നെ ജെൻസിയുടെ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് നേച്ചറാണ്. പക്ഷേ സീനിയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനകത്ത് വരുന്നത് അവർ ഇതൊക്കെ കണ്ടു മടുത്ത്, മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഐഡിയോളജിക്കലായിട്ട് പ്യൂരിറ്റി ഇല്ല, ഇവിടത്തെ ഒരാൾ അപ്പുറത്തെയാളും അപ്പുറത്തുള്ള ഒരാൾ ഇപ്പുറത്തെയാളും, എന്നാലും നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷനാണ് ആൾക്കാർക്ക് ഈ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയത്. പിന്നെ അവർ വന്നു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല, കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസി, ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് പൊളിറ്റിക്സിനകത്ത്. അത് ഈ സീനിയേഴ്സിനെ നിരാശപ്പെടുത്തും. പക്ഷെ ഈ വാഗ്ദാനങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും കൊടുത്തിട്ട് മാനിഫെസ്റ്റോയില് ഇത്ര കാര്യങ്ങൾ, പക്ഷെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അതൊക്കെ മറക്കുന്നില്ലേ? അപ്പൊ അതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് പ്രതികരിച്ച് വോട്ട് ചെയ്യല്ലേ വേണ്ടത്? എക്സാക്ട്ലി. അതുകൊണ്ടാണല്ലോ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത്. അതെ, സിഫോളജി എന്നാണ് ഈ ആന്റി ഇൻകംബൻസി കൺസെപ്റ്റ് വന്നത്. ഞങ്ങളാണ് ഇത് ആദ്യം കോയിൻ ചെയ്തത്. അപ്പൊ ആന്റി ഇൻകംബൻസി വന്നതും കേരളത്തിൽ 5 കൊല്ലം തോറും ഭരണം മാറുന്നതും ഇതിന്റെ ഫലമായിട്ടാണ്. നിവൃത്തിയില്ല. അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞാൽ മറ്റവരല്ലേ വരാൻ പറ്റൂ. പക്ഷെ ഇത്തവണ വന്ന കൺഫ്യൂഷൻ എന്താണ്? ഒന്ന്, ഒരു ഗവൺമെന്റിന് 2 ടെന്യൂർ കിട്ടി. അടുത്ത പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളത് മൂന്നാമതൊരു മുന്നണിയും കൂടെയുണ്ട്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് കൺഫ്യൂസ്ഡ് ഇലക്ഷൻ. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നൊരു ഇലക്ഷനാണ്. കാരണം വോട്ടറിന്റെ ചോയ്സ് കൂടുതൽ വന്നപ്പോൾ
ഇതുവരെ പരീക്ഷിക്കാത്തൊരു മുന്നണിയെ പരീക്ഷിക്കണം. നിലവിൽ പരീക്ഷിച്ച് മനസ്സിലാക്കിയ 2 മേജർ മുന്നണികളുണ്ട്, അവർക്ക് വോട്ട് കൊടുക്കണം. അപ്പോൾ വോട്ടർ കൺഫ്യൂസ്ഡ് ആണ്, ആ നിലയ്ക്ക് കൺഫ്യൂസ്ഡ് ആണ്. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാനൽ ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കും. അതേ കാര്യം കൊണ്ടാണ് നമ്മൾ പലരും ഒരു ഹങ് അസംബ്ലി ആകെ പോകും. കാരണം ഒരു തരംഗമുണ്ടായാലേ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്, വസ്തുത പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ട്. ഇതുവരെ നമ്മള് കേരളത്തിന്റെ ആവുമ്പത്തേക്ക് ഒരു പെർ സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റില് ഇങ്ങനെ ഇലക്ഷൻസ് വരുമ്പോൾ അവർ കൂടുതലും ലോക്കൽ ഇഷ്യൂസിനെ അല്ലേ കുറച്ചും കൂടി, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ, അതിനേക്കാൾ നാഷണൽ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്യണ ഇപ്പൊ ചില പാർട്ടീസ് ഉണ്ടല്ലോ, സെന്റർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവനവന്റെ സ്ഥലത്ത് കുറെ പ്രോബ്ലംസ് ഇവിടെ കിടപ്പുണ്ട്, കുറെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രശ്നങ്ങൾക്കല്ല പ്രാധാന്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാനം അടുത്ത 5 വർഷം എങ്ങനെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് സമ്പദ്ഘടന മോശമായിരിക്കും. 5 ലക്ഷം കോടിക്കപ്പുറം കടമുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പ്രതിപക്ഷം 6 ലക്ഷം കോടി എന്ന് പറയുന്നു. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് 4.25 ലക്ഷം കോടി കടം. എന്തായാലും 5 ലക്ഷം കോടി കടമുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് എങ്ങനെ പോകും? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾക്ക് ഇത് പ്രാധാന്യം വരും. പിന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഏറ്റവും പ്രശ്നം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും, പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ തകർച്ചയും, പിന്നെ സമ്പദ്ഘടന ദുർബലപ്പെട്ടതും, വിദ്യാഭ്യാസ രംഗത്തുള്ള ഗുണമേന്മ കുറഞ്ഞതും, കുട്ടികളും അണ്ടർ ഗ്രാജുവേഷൻ പോലും കുട്ടികൾ ഫോറിനിൽ പോകും. ഈ പോകുന്നവരെല്ലാം അവിടെ ഒരു ജോലി കിട്ടുമെങ്കിൽ അതും കൂടെ കൊണ്ടൊക്കെ പോകാം എന്നുള്ളൊരു എക്കോണമി കേരളത്തിലൊന്നുമില്ല. കേരളത്തിലെ സർവീസ് സെക്ടറിന് മാത്രമാണ് രക്ഷ കിട്ടിയത്. മാനുഫാക്ചറിങ് സെക്ടർ ഇനി എത്രയോ ഉയരാനുണ്ട്. അഗ്രികൾച്ചർ ആകെ നഷ്ടപ്പെട്ടു. പഴയകാലത്ത് അഗ്രികൾച്ചറിന് പ്രോമിനൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അഗ്രികൾച്ചർ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത് കോഷ്യന്റ് വളരെ കുറവാണ്. സർവീസ് സെക്ടറാണ് ഡോമിനേറ്റിംഗ്. സർവീസ് സെക്ടറിനകത്ത് ഒരു വ്യത്യാസം വന്നത് ഇന്നിപ്പോൾ പ്രൈവറ്റ് സെക്ടർ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് പ്രൈവറ്റ് സെക്ടറിന് ഒരു വാല്യൂ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാലത്ത് ജോലി അന്വേഷിക്കുമ്പോൾ ഗവൺമെന്റ് ജോലിയാണ് നമ്മുടെ മുമ്പ്. അന്ന് സർക്കാർ ജോലിയല്ലേ, വേറൊന്നും ആലോചിക്കില്ല. അല്ല, ഇപ്പോഴും അധികം ആൾക്കാർ അങ്ങനെ സേഫ്റ്റി ആലോചിക്കുന്ന സർക്കാർ ജോബ്, സെക്യൂരിറ്റി ജോബ് ഉള്ളത്. ശ്രീപത്മനാഭന്റെ 10 ചക്രം എന്ന് പറയുന്നത് അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ജോബ്സ് ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ സ്ഥിതി മാറി. ലോട്ട് ഓഫ് പ്രൈവറ്റ് സെക്ടറുകൾക്ക് ക്രെഡിബിലിറ്റി വന്നിട്ടുണ്ട്, വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഓൾ ഓവർ ഇന്ത്യ, നമ്മുടെ അയൽപ്പ സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയൊക്കെ പ്രൈവറ്റ് എക്കോണമി കൊണ്ടുവരുന്ന GDP-ക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ്. കേരളം വളരെ കുറവാണ്. പക്ഷെ എന്നാലും കേരളത്തിൽ അത് മാറ്റം ഞങ്ങൾ കാണുന്നുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനികൾ മാത്രമല്ല ഈ പറയുന്ന, അല്ലാതെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും അതല്ലാത്ത കുറച്ച് മാനുഫാക്ചറിങ്. അത് ഈ BJP ഗവൺമെന്റ് ഇപ്പൊ വന്നതിന് ശേഷം നാഷണലില് അങ്ങനെ കുറെ സ്കീംസ് കൊണ്ടുവന്നിട്ടില്ലേ സാർ? അപ്പൊ അത് ഇപ്പൊ എസ്പെഷ്യലി ഇലക്ഷൻ സമയത്ത് അവർ കുറെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ, അതുവരെയും കേരളം നിഗ്ലക്ട് ചെയ്തിരിക്കണു, നോക്കുന്നില്ല, കേരളയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നാണ്. പക്ഷെ ഈ ഇലക്ഷൻ സമയം ആയപ്പോഴത്തേക്കും നാഷണൽ ലീഡേഴ്സും വരാൻ തുടങ്ങി ഇങ്ങോട്ട്. അതിന്റെ പുറമെ ഈ കുറെ സ്കീംസ് കൊണ്ടുവന്നു. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുകയാണ് ബാക്കി 2 UDF-ഉം LDF-ഉം. ആവശ്യ സമയത്ത് നിങ്ങൾ എവിടെ പോയി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി പറയാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ, റോഡ് നിർമ്മാണം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ സംസ്ഥാനത്തുള്ള BJP ഹൈലൈറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ആക്ഷേപം. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ LDF കൊണ്ടുപോയി. അപ്പൊ ഇത് നോക്കിക്കൊണ്ടിരുന്നവരാരാണ്? BJP പറയണ്ടേ ഞങ്ങൾ കേന്ദ്രത്തിന്റെ സഹായം ഇത്രത്തോളം ഉണ്ട്, ഷെയറിങ് ഓഫ് റിസോഴ്സസ് ആണ്. അങ്ങനെയാണ് ആ ക്രെഡിറ്റ് മുഴുവൻ LDF ഗവൺമെന്റ് കൊണ്ടുപോയി, ആദ്യം മുതലേ കൊണ്ടുപോയി. പബ്ലിക് റിലേഷൻസിൽ ഈ ഗവൺമെന്റ് എക്സ്ട്രാordinary വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ BJP-ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് അത് കൊണ്ടുവന്നില്ല. അതേസമയം സംസ്ഥാന തലത്തിൽ പുതിയ നേതൃത്വം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിനാണ്. നല്ല കാര്യം, അത് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പക്ഷെ ഭരണം കിട്ടിയാലേ ഡെവലപ്മെന്റിന് പോകുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ രാജഗോപാൽ പണ്ട് തിരുവനന്തപുരത്ത് റെയിൽവേ ചെയ്തു. അന്ന് അദ്ദേഹം അധികാരത്തിലുണ്ട്. അധികാരത്തിലിരുന്ന് അദ്ദേഹം നൽകിയ സംഭാവനകൾ തിരുവനന്തപുരത്ത് ജനങ്ങൾ സ്മരിച്ചതിന്റെ ഫലമായി അദ്ദേഹം ലോക്സഭയിലേക്ക് അടുത്തുവരെ എത്തി. ഒരു 14,000 വോട്ടിന്റെ താഴെയാണ് ഇത്തവണ അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് മെമ്പർ സ്ഥാനം ശശി തരൂറിനോട് പോയത്. പിന്നീട് ജനങ്ങൾ നേമത്ത് വിജയിപ്പിച്ചതും അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഭരണമുണ്ടെങ്കിൽ ആ സംഭാവനകളാണ് ജനങ്ങൾ കൂടുതൽ നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി. അപ്പം മോദി അന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കിട്ടിയതിൻ്റെ ആഘോഷം നടത്താൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ സാധാരണ ജനങ്ങൾ വിചാരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റുകളുടെ അനൗൺസ്മെന്റ് ഉണ്ടാകും. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യും,
പ്രൊവൈഡ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റ് കാണിക്കണം. അത് കാണിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം, അതിന് ക്രെഡിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതേ സമയം മറുവശത്ത് ബി ജെ പി എന്ത് പറഞ്ഞാലും അതിൻ്റെ അടിത്തറ ഹിന്ദുത്വമാണ്, ഇല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമുണ്ട്. ഈ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ 2019 ശബരിമല ഇഷ്യൂ അന്ന് ക്രെഡിറ്റ് എടുത്തത് UDF ആണ്. അതെ. സമരം ചെയ്യാൻ സുരേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വോട്ട് മുഴുവൻ കോൺഗ്രസിനാണ് കിട്ടിയത്. എന്നാൽ ഇത്തവണ സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ എന്തുകൊണ്ട് BJP അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത്? ഇപ്പോൾ പറയുന്നു CBI, ഇന്നത്തെ മാനിഫെസ്റ്റോയിൽ ഞാൻ വായിച്ചു, CBI ഇടപെട്ട അന്വേഷണം. അതിനു മുമ്പേ തന്നെ എത്രയോ നേരത്തെ തന്നെ പന്തളത്തും ബാക്കി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ ശബരിമല ഇഷ്യൂ വേണ്ട രീതിയിൽ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ BJP സമരം ചെയ്തില്ല. അതിൻ്റെ ക്രെഡിറ്റ് കൂടി UDF കൊണ്ടുപോകുമെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ UDF വിജയിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അവിടെയും BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. അവിടെയും വേണ്ട രീതിയിൽ ഡെവലപ്മെന്റിൽ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തു. പവർ ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് അർത്ഥമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്റർ ആണെങ്കിൽ, സെൻട്രൽ മിനിസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം ഇത് പറയുമെങ്കിൽ അതിന് ക്രെഡിബിലിറ്റി വരും. അതാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അടിത്തറ ശക്തമായിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ 2 തവണ ഭൂരിപക്ഷത്തിനടുത്ത് വന്ന് 50 കിട്ടണം 36 വരെ വന്നു. അങ്ങ് 2 തെരഞ്ഞെടുപ്പിൽ 2015-ലും 20-ലും വന്നതിന് ശേഷമാണ് 25-ൽ നേടി. അപ്പോൾ ക്രെഡിബിലിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം വന്നു. BJPക്ക് ഒരു കേഡർ ഉണ്ടായി, റാങ്ക് ആൻഡ് ഫയൽ ഉണ്ടായി, മെഷീനറി ഉണ്ടായി, ലീഡർഷിപ്പ് ഉണ്ടായി. അതേപോലെ കേരളം ഒട്ടുക്ക് വരണം, അതില്ല. അതാണ് BJPക്ക് ഉണ്ടാകുന്ന മറ്റൊരു വലിയൊരു പരിമിതി. ഇതിനൊക്കെ പുറമെ വർത്തി അലൈസ് വരണം. അപ്പോൾ വർത്തി അലൈസ് എന്ന് പറയുമ്പോൾ BDJS ഉണ്ട്, 2020 ഉണ്ട്. അപ്പോൾ 2020 സമീപകാലത്ത് വന്നതാണ്. അപ്പോൾ അവിടെ ക്രിട്ടിക്കലായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് എന്തിന് തൃപ്പൂണിത്തുറ സീറ്റ് കൊടുത്തു 2020ക്ക്? BJPക്ക് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കാമെങ്കിൽ അവിടെ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? അതിന്റെ രഹസ്യം എന്താണെന്നോ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നോ ആൾക്കാർ വിമർശിച്ചാൽ അവരാരെയും കുറ്റം പറയാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ 2020ക്കുള്ള മാസ് ബേസ് പരിമിതമാണ്. എറണാകുളത്ത് കിഴക്കമ്പലം 2-3 പഞ്ചായത്തുകളിലല്ലാതെ വലിയ മാസ് ബേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് കിഴക്കമ്പലത്ത് ചിലപ്പോൾ ആ മണ്ഡലം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ചിലപ്പോൾ ഗുണം കിട്ടുമായിരിക്കാം. അതിനപ്പുറം എന്ത് ബേസ് ഉണ്ട്? പക്ഷെ അവർ ഇറക്കിയിരിക്കുന്നത് മറ്റേ സീരിയൽ ആക്ട്രസിനെയും അങ്ങനെ കുറച്ച് പോപ്പുലർ ഫേസസ് ആണ്. അതെ, അതൊക്കെ ആ ടെക്നിക്കുകൾ നല്ലതാണ്. പക്ഷെ അത് വിജയം കൊയ്യാൻ അത് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു റീസണിങ് പറയുന്നത് ജാക്കബൈറ്റ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് 2020 മറ്റുള്ള അലയൻസ് കൂടി നേടിയെടുക്കാമെന്ന് BJP ശ്രമിക്കും. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇനി BDJSന്റെ കാര്യത്തിൽ വന്നാൽ BDJS അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും തുഷാർ പറയുന്നതും തമ്മിൽ വ്യത്യാസം. കാരണം വെള്ളാപ്പള്ളി നടേശൻ കൂടുതലും നിൽക്കുന്നത് LDFന്റെ കൂടെയാണ്. ശബരിമലയുടെ അതുമായി ബന്ധപ്പെട്ട വലിയൊരു സമ്മേളനം പമ്പയിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരു കാറിൽ വന്നത് വലിയ ചർച്ചയായി വന്നു. അപ്പൊ ചുരുക്കത്തിൽ SNDPയുടെ ഒഫീഷ്യൽ ലീഡർഷിപ്പ് നിൽക്കുന്നത് ലെഫ്റ്റിന്റെ കൂടെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയും BDJSും നിൽക്കുന്നത് BJPയുടെ. എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, BDJS ജനിക്കുന്ന ദിവസം അന്ന് ചാനൽ കൂടി നമ്മളെല്ലാം കണ്ടതാണ്. BDJSന്റെ നാമനിർദ്ദേശം നൽകി അതിന്റെ ഒരു ബർത്ത് സെറമണി പോലെ പ്രഖ്യാപിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇതിനുവേണ്ടി 16-ലെ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ചെയ്തു. കാസർഗോഡിലെ മധൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ക്യാമ്പയിൻ തുടങ്ങിയത്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എത്രത്തോളം BJPയെ സഹായിക്കുന്നു, അല്ലെ BDJSനെ സഹായിക്കുന്നു? BDJS ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോമിനന്റ് ഫേസ് ആണെങ്കിൽ ലെഫ്റ്റ് കാര്യമായി തോക്കണം. പക്ഷെ ഇപ്പോഴും ലെഫ്റ്റിന്റെ ബേസ് ഈഴവ കമ്മ്യൂണിറ്റിയാണ്, മറ്റ് OBC കമ്മ്യൂണിറ്റി. അപ്പൊ ഇവിടെയും വേണ്ട രീതിയിൽ ഒരു ശക്തമായ സഖ്യകക്ഷികൾ ഇല്ലാത്തതും NDAയുടെ പരിമിതിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള അലയൻസ് കിട്ടിയാലേ ഗുണമുണ്ടാവുള്ളൂ. ഇതിനേക്കാൾ കുറച്ചുകൂടി പോക്കറ്റ് സീറ്റ്സ് ഉള്ള, ഫോർ എക്സാമ്പിൾ കേരള കോൺഗ്രസ് ഏതെങ്കിലും ഒരു ഫാക്ഷൻ ആണെങ്കിൽ BJPയോട് നിൽക്കുകയാണെങ്കിൽ ഷുവറായിട്ട് ചില സീറ്റുകൾ കിട്ടും. അങ്ങനെ ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പല പീസസ് ആയിട്ട് മുറിഞ്ഞെങ്കിലും അതിൽ നിന്ന് വന്ന് BJPയോട്ട് ലയിച്ച PC ജോർജും ഷോൺ ജോർജും ഒക്കെ ആ മേഖലയിൽ നിർണായകമായ വളർച്ച കാണിക്കുന്നുണ്ട്. അത് BJPയോടുള്ള സ്നേഹത്തെക്കാളേറെ അവർക്ക് ഉപപ്രാദേശിക തലത്തിലുള്ള ജനകീയതയും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഷോൺ ജോർജ് പാലയിൽ 2ാം സ്ഥാനത്ത് വന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല. പൂഞ്ഞാറ് PC ജോർജ് വന്നാലും അത്ഭുതപ്പെടില്ല. അത് അവരുടെ ലോക്കൽ ബേസ് ആണ്. പക്ഷെ അത് നല്ല കാര്യം, അതുവഴി BJPയെ വളർത്തുന്നത് നല്ല കാര്യം തന്നെ, അത് തെറ്റില്ല. പക്ഷെ അതർവൈസ് BJPക്ക് സഖ്യകക്ഷികളില്ല എന്നുള്ളതും അതാണ് ഇവിടുത്തെ കോൺട്രഡിക്ഷൻ. ഇതാണ്, അതായത് 16-18% വോട്ട് ബേസ് ഉള്ള BJPക്ക് ഒരുപക്ഷെ സീറ്റുകളൊന്നും കിട്ടില്ല. 3% വോട്ടുള്ള ഒരു കേരള കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിന് 5 സീറ്റുകൾ കിട്ടും. അപ്പൊ ഇതിന്റെ രഹസ്യം മുന്നണി രാഷ്ട്രീയമാണ്. അപ്പൊ മുന്നണി രാഷ്ട്രീയത്തിൽ വേണ്ടൊരു ബേസും
അതിൻ്റെ ഒരു പ്ലേസിങ്ങും NDAക്ക് വന്നാലേ ഫ്യൂച്ചറുള്ളൂ. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന വോട്ടേഴ്സ്, യങ് വോട്ടേഴ്സിനോടോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനോടോ എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് പറയണം, എന്താണ് അവർ ചെയ്യേണ്ടത് എക്സാക്ട്ലി എന്ന് പറയാം, കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ് സാർ പറഞ്ഞ മാതിരി. കേരളത്തിലെ ഭാവി അടുത്ത 5 വർഷം തീരുമാനിക്കുന്ന വളരെ ക്രൂഷ്യലാണ്. വികസനത്തിൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ വരേണ്ടത്. ആഗോളീകരണം ഉൾപ്പെടെ മറ്റ് ദേശീയ തലത്തിലുള്ള വളർച്ച, ഫെഡറൽ സംവിധാനത്തിനകത്ത് ദക്ഷിണേന്ത്യയിൽ സാക്ഷരതയിലൊക്കെ മുന്നിലാണ്. അങ്ങനെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് മെച്ചമാണെങ്കിലും സാമ്പത്തികമായ വളർച്ചയ്ക്ക് നമ്മൾ പിറകിലാണ്. 5 സംസ്ഥാനങ്ങളിൽ വളരെ പിറകിലാണ്. ദേശീയ തലത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറവാണ്. ഇപ്പോൾ കേരളം മറ്റ് രാജ്യങ്ങളിലേക്ക് ആൾക്കാരെ കയറ്റുമതി ചെയ്യുന്നതിനപ്പുറം സംസ്ഥാനത്തിനകത്ത് വികസനം ഉണ്ടാകണം, സംസ്ഥാനത്തിനകത്ത് തൊഴിലവസരം ഉണ്ടാകണം, സംസ്ഥാനത്തിനകത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകണം. ഇതിന് വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. വളരെ നന്ദി സർ, താങ്ക് യു.